പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിരവധി മാറ്റങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. 2024 വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന 4 മാസത്തിലെ പെൻഷൻ തുകയായ 6400 രൂപയുടെ വിതരണം സമയബന്ധിതമായി സർക്കാർ കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ ആദ്യ ഗഡു പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിലെ ഒരു ഗഡു കൂടി അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. ജനുവരി മാസത്തിലെ തനത് തുക വിതരണം ചെയ്യാനുള്ള തുകയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി കേന്ദ്രം കൂടുതൽ തുക അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടക്കുന്ന വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് വഴിയൊരുങ്ങുകയായിരുന്നു. പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നത് വരാൻ പോകുന്ന ബജറ്റിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയെങ്കിലും തനത് തുകയോടൊപ്പം ഫെബ്രുവരി മാസം 7-ന് നടക്കാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി നടത്താൻ നിർബന്ധിതരായിരിക്കുന്നത്. വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിലേക്കായി സർക്കാർ നടത്തിയ കടപ്പത്ര ലേലത്തിലൂടെ കഴിഞ്ഞ ദിവസം 2500 കോടി രൂപ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത്. 26 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നത്. ഇത്തരത്തിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരിൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നില്ല എന്നുള്ള പരാതിയും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്ന തുകയിൽ നിന്നും വലിയൊരു തുക കുറവ് ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതിയും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള സുപ്രധാന അറിയിപ്പെത്തിയിരിക്കുകയാണ്. വിവിധ സ്കീമുകളിലായി 8 ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ പെൻഷൻ കൈപ്പറ്റുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കുക. ഈ അക്കൗണ്ടുകൾ വഴി ഒരു വർഷം നടക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടതാണ്. കാരണം ഇത്തരം സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിന്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ കുറവ് വരുന്നവർ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാക്കി ചേഞ്ച് ചെയ്യുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.